ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വായിക്കാൻ പോകുന്നത് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളയുടെ ഒരു ഫത്വയാണ്. അതിന് ഞാൻ കൊടുത്ത തലക്കെട്ട് സ്ത്രീക്കും പുരുഷനെ പോലെ തന്നെ പ്രബോധനം നിർവഹിക്കേണ്ട ബാധ്യതയുണ്ട്. ഇതിൻ്റെ സ്രോതസ്സും അറബി വചനങ്ങളും, ഷെയ്ഖിൻ്റെ ഉത്തരത്തിൻ്റെ അറബി വചനങ്ങളും നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ചാനലിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അതിലെ ലിങ്കിൽ ഇതേ തലക്കെട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ ഇതേ തലക്കെട്ടിൻ്റെ അടിയിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് തുറന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അറബി വചനങ്ങളും ഇതിൻ്റെ സ്രോതസ്സും വായിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളയോട് ഉള്ള ചോദ്യം: സ്ത്രീയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതും സംബന്ധിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? അപ്പോൾ സ്ത്രീയുടെ പ്രബോധനത്തെക്കുറിച്ചാണ് ചോദ്യം ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളയോട്. അപ്പോൾ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ള ഉത്തരം പറയുകയാണ്: അവൾ പുരുഷനെ പോലെ തന്നെയാണ്. അവൾക്കും അള്ളാഹുവിലേക്ക് ക്ഷണിക്കലും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ബാധ്യതയാണ്. കാരണം വിശുദ്ധ ഖുർആനിലെയും സുന്നത്തിലെയും തെളിവുകൾ അതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. പണ്ഡിതന്മാരുടെ വാക്കുകളും ഇതിനെക്കുറിച്ച് വ്യക്തമാണ്. അതിനാൽ സ്ത്രീയും പുരുഷനോട് ആവശ്യപ്പെടുന്ന ശരീഅത്ത് ആചാരമര്യാദകൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. അതോടൊപ്പം ചില ആളുകൾ അവളെ അവഹേളിക്കുന്നതോ അപമാനിക്കുന്നതോ പരിഹസിക്കുന്നതോ ചെയ്താൽ അതിൻ്റെ പേരിൽ അവൾ അള്ളാഹുവിലേക്കുള്ള ദഅവത്തിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് പിന്തിരിയരുത്. മറിച്ച് അവൾ അത് സഹിക്കുകയും ക്ഷമിക്കുകയും വേണം. ആളുകളിൽ നിന്ന് പരിഹാസവും അപമാനവും പോലുള്ള കാര്യങ്ങൾ കണ്ടാൽ പോലും അവൾ പിന്തിരിയരുത്. അതിനു പുറമെ അവൾ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് അവൾ അന്യപുരുഷന്മാരോട് ബന്ധപ്പെട്ടിടങ്ങളിൽ ചാരിത്രത്തിൻ്റെയും ഹിജാബിൻ്റെയും മാതൃക ആയിരിക്കണം എന്നതാണ്. അവൾ ഇഖ്തിലാത്ത് അഥവാ അന്യപുരുഷന്മാരുമായി ഇടകലരൽ അത് പൂർണ്ണമായും ഒഴിവാക്കണം. മറിച്ച് അവളുടെ പ്രബോധനം ആർക്കും അവളെ കുറ്റപ്പെടുത്താൻ ഇടയാകാത്ത വിധത്തിൽ സൂക്ഷ്മ ജാഗ്രതയോടെ ആയിരിക്കണം. അവൾ പുരുഷന്മാരെ പ്രബോധനം ചെയ്യുകയാണെങ്കിൽ അത് ഹിജാബ് പാലിച്ചുകൊണ്ടും ഏതെങ്കിലും പുരുഷനോട് ഹൽവ അഥവാ ഒറ്റക്കുള്ള കൂടിക്കാഴ്ച ഇല്ലാതെയുമായിരിക്കണം. അവൾ ഒറ്റക്കൊരു അന്യപുരുഷൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് ദഅവത്ത് പ്രബോധനം ചെയ്യരുത്. അവൾ സ്ത്രീകളെ ദഅവത്ത് ചെയ്യുകയാണെങ്കിൽ അവരെ ഹിക്മത്ത് ഉപയോഗിച്ച് ദഅവത്ത് ചെയ്യണം. അഥവാ വിജ്ഞാനം പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദഅവത്ത് ചെയ്യണം. അതുപോലെ തന്നെ അവൾ അവളുടെ സ്വഭാവത്തിലും ജീവിതചര്യയിലും ശുദ്ധയും മാന്യയുമായിരിക്കണം. അങ്ങനെ സ്ത്രീകൾ അവളെ എതിർത്തുകൊണ്ട് എന്തുകൊണ്ട് നീ ആദ്യം തന്നെ നിന്നെ തിരുത്തിയില്ല എന്ന് പറയാതിരിക്കാനായി. അവൾ ആളുകളെ പരീക്ഷണത്തിലാക്കുന്ന ഫിത്ന ഉണ്ടാക്കുന്ന വസ്ത്രധാരണം ഒഴിവാക്കണം. കൂടാതെ സൗന്ദര്യം പ്രദർശിപ്പിക്കൽ, വശീകരിക്കുന്ന രീതിയിൽ സംസാരിക്കൽ തുടങ്ങിയ കുറ്റപ്പെടുത്തപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും ഫിത്നയുടെ കുഴപ്പത്തിൻ്റെ എല്ലാ കാരണങ്ങളിൽ നിന്നും അവൾ അകന്നു നിൽക്കണം. അവളുടെ മതവും മാനവും നല്ല പേരും നഷ്ടപ്പെടാത്ത രീതിയിൽ അള്ളാഹുവിലേക്കുള്ള പ്രബോധനത്തിൽ അവൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. ഇതാണ് ഷെയ്ഖിനോട് സ്ത്രീയുടെ പ്രബോധനത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യവും അതിനുള്ള ഉത്തരവും. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇതേ തലക്കെട്ടിൽ ലിങ്ക് കാണാം. ആ ലിങ്ക് തുറന്നാൽ
അറബി വചനവും സ്രോതസ്സും വായിക്കാവുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.